ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്ന ഈ യാത്രയുടെ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. ബഹുമാന്യനായ AP ഉസ്താദുമായി ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന കാലം മുതൽ പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ അഭ്യർത്ഥനകളും അദ്ദേഹം നൽകുന്ന തലക്കെട്ടുകളുടെ വ്യാഖ്യാനവുമൊക്കെ വ്യത്യസ്തമായി തിരിച്ചറിയാൻ എനിക്ക് കഴിയാറുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം ഞാനും അബുവും പിറകിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. പണ്ഡിത ശ്രേഷ്ഠന്മാർ നമുക്കെമ്പാടുമുണ്ട്, എല്ലാ വിഭാഗത്തിലുമുണ്ട്. എന്നാൽ വളരെ ക്രിയാത്മകമായി നിർമ്മാണ രംഗത്ത് ഇടപെടലുകൾ നടത്തി, അതുപോലെ തന്നെ അതിനാവശ്യമായ എല്ലാ മുന്നൊരുക്കങ്ങളും സ്വന്തമായി നടത്തി സംഘാടന മികവിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ പദവിയിലേക്ക് ഉയർന്നു വന്ന ഒരു പണ്ഡിത ശ്രേഷ്ഠനായി AP അബൂബക്കർ ഉസ്താദിനെ കാണുന്നു എന്നാണ് ഞാൻ ബാക്കിലിരുന്ന് സംസാരിക്കുമ്പോൾ KSയോട് സംസാരിച്ചത്. അതാണ് അദ്ദേഹം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അതാർക്ക് തന്നെ അദ്ദേഹത്തിന്റെ ആദ്യം മുതൽ ഇതുവരെയുള്ള ജീവിതവും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും എടുത്തു പരിശോധിച്ചാൽ അത് ബോധ്യപ്പെടും. അതൊരത്ഭുത ജന്മമാണ്. അദ്ദേഹത്തിന് സർവശക്തനായ നാഥൻ ദീർഘായുസ് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ കെട്ടകാലത്ത് ഇങ്ങനെ സന്ദേശം നൽകാൻ കഴിയുന്നവർ, സൗഹൃദമുണ്ടാക്കാൻ കഴിയുന്നവർ, സംഘർഷം കുറയ്ക്കാൻ കഴിയുന്നത്, അകലെ നിൽക്കുന്നവരെ അടുപ്പിക്കാവുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവർ, അവരുടെ സാന്നിധ്യം മഹത്തരമാണ്. സർവശക്തൻ നാഥന്റെ അനുഗ്രഹം നമ്മളിലൊക്കെ ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ യാത്രയ്ക്ക് എല്ലാ മംഗളവും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ഞാൻ വേദിയുടെ പിറകുവശത്തിരിക്കുമ്പോൾ പ്രിയമുള്ള ഉമ്മർ പാണ്ഡികശാല എന്നോട് പറഞ്ഞു, കേരളത്തിൽ പണ്ഡിതന്മാർ ഒരുപക്ഷെ കൂടുതലുണ്ടാകും, പക്ഷേ ഇത്രയും സംഘാടക വൈഭവമുള്ള, ഇത്രയും ആളുകളെ സംഘടിപ്പിക്കാനുള്ള അപാരമായ കഴിവുള്ള കാന്തപുരം ഉസ്താദിനെ പോലെയുള്ള മറ്റൊരാളില്ല എന്ന് എന്നോട് പാണ്ഡികശാല പറയുകയുണ്ടായി. കാന്തപുരം ഉസ്താദിന് തന്നിലേക്കും തന്റെ പ്രസ്ഥാനത്തിലേക്കും ആളുകളെ ആകർഷിക്കുവാനുള്ള ഒരു കാന്തശക്തിയുള്ള പണ്ഡിതനാണ് എന്ന് നിങ്ങളുടെ മുമ്പാകെ ഞാൻ ഈ സന്ദർഭത്തിൽ ധൈര്യപൂർവ്വം പറയുകയാണ്. മാനവികതയും അതുപോലെ മനുഷ്യസ്നേഹവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്റെ പ്രസ്ഥാനത്തെ നയിക്കുവാൻ, നാടിനെ നന്മയുടെ നേർവഴിയിലൂടെ കൊണ്ടുപോകുവാൻ അദ്ദേഹം വിലപ്പെട്ട സംഭാവനകൾ നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, യമനിൽ ഒരു നഴ്സിനെ, നിമിഷപ്രിയ എന്നുള്ള ഒരു നഴ്സിനെ
ഒരാളെ കൊല ചെയ്തു എന്നതിന്റെ പേരിൽ അവർ കേസിലകപ്പെടുകയും അവസാനം കോടതി അവരെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. 2017 സംഭവം നടന്നത്. 2018 അവർ ജയിലിനകത്ത് പോയി. 2025 മെയ് മാസം 13 അവരെ ഈ തൂക്കുമരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി, അതേപോലെ കോൺഗ്രസിന്റെ MP ആയ കൊടിക്കുന്നിൽ സുരേഷ്, ഇവരൊക്കെ പ്രധാനമന്ത്രിക്ക് പോലും കത്തയച്ചു. പല വിധത്തിലുള്ള ശ്രമങ്ങളും നടത്തി. വ്യവസായിയായ ബോബി ചെമ്മന്നൂർ ഉൾപ്പെടെയുള്ള പല ആളുകളും ശ്രമിച്ചു. മനുഷ്യസ്നേഹികളായ പല ആളുകളും ശ്രമിക്കുകയുണ്ടായി. പക്ഷേ മെയ് 16 വധശിക്ഷ നടപ്പിലാക്കണം. 13 വരെ വിവിധ ചർച്ചകളെല്ലാം നടന്നിട്ടും അവരെയൊക്കെ മോചിപ്പിക്കുവാനുള്ള ഒരു തീരുമാനമുണ്ടായില്ല. ദയാധനം നൽകി ആ കൊല ചെയ്തതിന്റെ പേരിലുള്ള ശിക്ഷയിൽ നിന്ന് അവരെ ഒഴിവാക്കണമെന്ന് കൊല ചെയ്യപ്പെട്ട ദലാലിന്റെ കുടുംബത്തോട് അപേക്ഷിച്ചെങ്കിലും അവരാരും അത് സ്വീകരിച്ചില്ല. അവസാനം കാന്തപുരം ഉസ്താദ് ഇടപെടുകയും അത്ഭുതം എന്ന് പറയട്ടെ, അവരെ തൂക്കുമരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് കഴിയുകയുണ്ടായി. അപ്പൊ അദ്ദേഹത്തെ അതുവരെ വിമർശിച്ച ആളുകൾ, അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ വേണ്ട രീതിയിൽ കാണാൻ ശ്രമിക്കാത്ത ആളുകളൊക്കെ തന്നെ, അദ്ദേഹത്തിനെ വിമർശിക്കുന്ന ആളുകളൊക്കെ തന്നെ അതോടുകൂടി അദ്ദേഹത്തെ വാഴ്ത്തിപ്പറയുവാനും അദ്ദേഹത്തെ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ തന്നെ ആദരിക്കുന്ന, അതിനർഹതപ്പെട്ട ഒരാളാണ് എന്ന് അംഗീകരിക്കുവാനും എല്ലാവരും തന്നെ തയ്യാറാവേണ്ടി വന്നു. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു വലിയ ജാഥയുടെ ഭാഗമായി ഇന്നിവിടെ നടക്കുന്ന സ്വീകരണ യോഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു. മുൻപൊരിക്കലും തന്നെ ഒരു പണ്ഡിതന്റെ നേതൃത്വത്തിൽ ഇതുപോലുള്ള ഒരു ജാഥ കേരളത്തിൽ നടത്തിയിട്ടില്ല. 90 വയസ്സ് കഴിഞ്ഞ ആദരണീയനായ ഉസ്താദിന് ഇനിയും ഇതേപോലെയുള്ള ജാഥകൾ നയിക്കാനൊക്കെയുള്ള ആയുസ് പരമകാരുണികനായ അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ജാഥയ്ക്ക് 16 തിരുവനന്തപുരത്തെത്തുന്ന ഐതിഹാസികമായ ഈ കേരള യാത്രയ്ക്ക് എല്ലാ യാത്രാമംഗളങ്ങളും നേർന്നുകൊണ്ട് എന്റെ പ്രഭാഷണം ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഈ മഹാറാലിയുടെ അധ്യക്ഷൻ കോടമ്പുഴ ബാബ മുസ്ലിയാർ, ഈ റാലിക്ക് നിദാനമായ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി, ഇന്ത്യയുടെ മുസ്ലിം സമുദായത്തിലെ ശ്രേഷ്ഠ ആത്മീയ നേതാവായ, ഏവരും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും വിളിക്കുന്ന ബഹുമാന്യനായ ഉസ്താദ്, വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉസ്താദിന്റെ 3ാമത്തെ കേരള യാത്രയാണിത്. ഈ യാത്രയുടെ ഇതിവൃത്തമെന്ന് പറയുന്നത്, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെടുന്ന മനുഷ്യത്വമെന്ന ആ തലത്തെ മുൻനിർത്തിയുള്ള ഒരു പര്യടനമാണ്. ഇന്ന് രാജ്യത്തെന്താണ് നടക്കുന്നത്, ലോകത്തെന്താണ് നടക്കുന്നത്, ഒരുപക്ഷെ മനുഷ്യൻ ഒരു ഇരുകാലി മൃഗമായി പരിണമിക്കുമ്പോൾ
അരുത്, മാനവികതയുടെ തലത്തിലേക്ക് മനുഷ്യനുമെത്തണം എന്നുള്ള നിഷ്കർഷയോടെ 91-ാം വയസ്സിൽ വിസ്മയകരമായ ഒരു ഏട് സൃഷ്ടിച്ചുകൊണ്ട് ഉസ്താദ് കേരളത്തിന്റെ വടക്കേ അറ്റത്ത് നിന്ന് തെക്കേ അറ്റത്തേക്ക് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു പര്യടനത്തിലാണ്. ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിന്റെ സംഘാടകരോട് പറഞ്ഞു, ഇന്ത്യയിൽ ഏത് ഭാഗത്താണെങ്കിലും ഉസ്താദിനോടുള്ള ബഹുമാനത്തെ മുൻനിർത്തി അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഈ ആശയത്തിന് അടിവരയിടാൻ ഞാൻ തീർച്ചയായിട്ടും കോഴിക്കോട് മുതലക്കുളത്തെത്തിയിരിക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകി. ഉസ്താദിന്റെ മുതലക്കുളത്തെ ഹ്രസ്വമായിട്ടുള്ള ഒരു പ്രതിപാദനം ഞാൻ കാണുകയുണ്ടായി. ലോകത്ത് പോലീസ് ചമയുന്ന അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരെ ഇന്ത്യ സർക്കാർ നിശബ്ദത പാലിച്ചപ്പോൾ അമേരിക്ക ചെയ്യുന്നത് തെമ്മാടിത്തമാണെന്നും അക്രമിയുടെ പക്ഷത്ത് നിൽക്കാൻ പാടില്ല എന്നും ജനാധിപത്യത്തിന്റെ ചുവടെയായിരിക്കണം ഇന്ത്യയുടെ നിലപാടെന്നും അദ്ദേഹം ഇവിടെ ഉദ്ഘോഷിച്ചപ്പോൾ ഒരുപക്ഷെ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു സമുദായ നേതാവിന്റെ പ്രതികരണമായി അത് ഭവിച്ചു എന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഉസ്താദ് ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഈ ഹ്രസ്വമായ പ്രതികരണത്തിൽ അന്തർലീനമായിട്ടുണ്ട്. വെനിസുല എന്ന് പറയുന്ന ഒരു പരമാധികാര രാഷ്ട്രത്തെ കീഴ്പ്പെടുത്തി അതിന്റെ പ്രസിഡന്റിനെയും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയെയും തടവിലാക്കി കടത്തിക്കൊണ്ടുപോകുക എന്ന കാടത്തം അമേരിക്കൻ സാമ്രാജ്യത്വം കാണിച്ചപ്പോൾ കോഴിക്കോട് നിന്ന് അദ്ദേഹം ശബ്ദമുയർത്തിയത് ഇന്ത്യയല്ല ലോകം തന്നെ ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ചേരിചേര പ്രസ്ഥാനത്തിന് നെടുനായകത്വമുണ്ടായിരുന്ന ഇന്ത്യ എന്തുകൊണ്ടാണ് നിശബ്ദതയുടെ വാൽമീകത്തിലേക്ക് പിൻവാങ്ങുന്നത്? മുൻകാലങ്ങളിൽ അമേരിക്ക നടത്തിയ എത്രയോ അതിക്രമങ്ങളെ ഇന്ത്യ തുറന്നു നിർത്തിയിട്ടുണ്ട്. എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, ഇറാഖിന് മേൽ അമേരിക്ക യുദ്ധം വർഷിച്ചപ്പോൾ അന്ന് ഇന്ത്യ സർക്കാർ അതിനെ ശക്തിയുക്തം അപലപിച്ചു. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷമായി ലോക പോലീസ് ചമഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക പക്ഷത്തിന് വേണ്ടി, ഇസ്രായേലിന് വേണ്ടി അമേരിക്ക നിലയുറപ്പിച്ചപ്പോൾ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ള ഒരു ഇരട്ടത്താപ്പാണ് ഇന്ത്യ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇറാനെതിരെ ഏകപക്ഷീയമായ ആക്രമണം സംഘടിപ്പിച്ചു. ഇന്ത്യ നിശബ്ദത പാലിച്ചു. ലോകത്തിലെ പ്രധാനപ്പെട്ട പ്രതിസന്ധികളൊക്കെ സൃഷ്ടിച്ചത് അമേരിക്കയാണെന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് പാശ്ചാത്യ രാജ്യം പോലും, ലോകങ്ങൾ പോലും മടങ്ങുമ്പോൾ എന്തുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന്, ജനാധിപത്യത്തിന്റെ മാതാവെന്ന് അവകാശപ്പെടുന്ന ഇന്ത്യ ഇതുപോലുള്ള നിശബ്ദതയുടെ കവചം എടുത്തണിയുന്നത് എന്നുള്ള ചോദ്യമാണ് ഉസ്താദിന്റെ ഹ്രസ്വമായ ആ പ്രതികരണത്തിലൂടെ നമ്മൾ മുമ്പോട്ട് വെക്കുന്നത്. എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, സദാം ഹുസൈനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി അമേരിക്ക ഇറാഖിനു മേൽ യുദ്ധക്കെടുതികൾ ആരംഭിച്ച വേളയിൽ അന്ന് ബാഗ്ദാദ് സന്ദർശിക്കാൻ ഒരു അവസരം ലഭിച്ച ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. അന്ന് അമേരിക്ക ഇറാഖിൽ കാട്ടിക്കൂട്ടിയ നിഷ്ഠൂരമായ ചെയ്തികളെ നേരിട്ട് കണ്ട്
ബോധ്യപ്പെട്ട ഒരു എളിയ പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഇന്നും എന്റെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന ദൃശ്യങ്ങളുണ്ട്. ഒരുപക്ഷെ ഇവിടെ കൂടിയിരിക്കുന്ന ഈ മഹാസമുദ്രം അത് കേൾക്കണമെന്ന് എനിക്കൊരു ആഗ്രഹവുമുണ്ട്. ബാഗ്ദാദിന്റെ ഹൃദയഭാഗത്തുള്ള അൽ അമീറിയ എന്നുള്ള ഒരു ഷെൽട്ടർ ബോംബ് വർഷിക്കുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് അഭയം പ്രാപിക്കാൻ വേണ്ടി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിരുന്ന ഒരു ബങ്കറായിരുന്നു. ബോംബിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് അലാറം മുഴങ്ങിയപ്പോൾ 407 പേർ ആ ബങ്കറിൽ രാത്രി അഭയം തേടി. അതിൽ തൊട്ട് തലേന്ന് വിവാഹം കഴിച്ചവരുമുണ്ടായിരുന്നു. അമേരിക്ക ഈ ബങ്കറിന്റെ കിളിവാതിലൂടെ ലേസർ ബോംബുകൾ ബങ്കറിലേക്ക് കടത്തിവിട്ടു. നിങ്ങളൊന്ന് ചിന്തിക്കുക, ആ ബങ്കറിലുള്ള ആൾക്കാർ ആ ലേസർ ബോംബിന്റെ സ്ഫോടനത്തിൽ ഉരുകി മരിച്ചു. ഞങ്ങൾ ചെന്നപ്പോൾ ബങ്കറിന്റെ ഭിത്തിയിലേക്ക് വിവാഹ വസ്ത്രത്തോടെ ഉരുകിച്ചേർന്ന മനുഷ്യന്മാരെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. അത്രത്തോളം പൈശാചികമായ ഒരുപാട് ചെയ്തികളിലൂടെ ഈ ലോകത്തെ വരിഞ്ഞു മുറുക്കുന്ന അമേരിക്കക്കെതിരെ എന്തുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് ശബ്ദിക്കുന്നില്ല എന്നുള്ള ചോദ്യം മുതലക്കുളം മൈതാനിയിൽ നിന്ന് ഉയരുമ്പോൾ അത് കേവലപരമായ ഒരു സമുദായത്തിന്റെ ശബ്ദമല്ല, ഒരു രാജ്യത്തെ, ഒരു സമൂഹത്തെ നയിക്കേണ്ട ഒരു ആത്മീയ ശ്രേഷ്ഠൻ അർത്ഥവത്തായ രീതിയിൽ മുന്നോട്ട് വെക്കുന്ന ഒരു മുന്നറിയിപ്പാണ് എന്നുള്ളത് ലോകം തിരിച്ചറിയണം. ഒരു പൊതുപ്രവർത്തന എന്ന നിലയിൽ, ഒരു പാർലമെന്റ് അംഗമെന്ന നിലയിൽ ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നേരിട്ട് കാണാനുള്ള ഭാഗ്യമോ നിർഭാഗ്യമോ ഉള്ള ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാതെ പോയ ചില കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ബറേലിയിൽ, ഉത്തർപ്രദേശിലെ ബറേലിയിൽ ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിനി തന്റെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി സഹപാഠികളെ ഒരു കഫേയിലേക്ക് ക്ഷണിച്ചു. ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിനി. ആ കുട്ടി ക്ഷണിച്ചവരുടെ പട്ടികയിൽ 2 മുസ്ലിം യുവാക്കളുണ്ടായിരുന്നു. ഒരു ഹിന്ദു പെൺകുട്ടി തന്റെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി വിളിച്ചവരിൽ 2 മുസ്ലിം ചെറുപ്പക്കാർ ഉണ്ടെന്ന ഒരു കാരണത്താൽ വർഗീയ തിമിരം പൂണ്ട കാബാലികർ ആ കഫയിലേക്ക് ഇരച്ചു കയറി ആ കഫയെ അടിച്ചു തകർത്തു. ആ 2 മുസ്ലിം ചെറുപ്പക്കാരെയും അതിശക്തമായ പീഡനത്തിന് ഇരയാക്കി. ബറേലിയിൽ പോയ മാധ്യമപ്രവർത്തകരോട് വിധിപ്പിക്കൊണ്ട് ആ ഹിന്ദു പെൺകുട്ടി പറഞ്ഞു, എന്റെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ഞാനിനി മതം നോക്കണോ? ആ പ്രാചീനമായ ആ കാലഘട്ടത്തിലേക്ക് ഈ ആധുനിക യുഗത്തിൽ നമ്മൾ മടങ്ങേണ്ടി വരുമോ എന്ന പെൺകുട്ടി വിധിപ്പിക്കൊണ്ട് മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു. ഒരുപക്ഷേ മതത്തിന്റെയും ജാതിയുടെയും കള്ളുകളിലേക്ക് കേരളത്തിലെ ജനത പോലും ഒതുങ്ങാൻ പാടില്ല എന്ന നിശ്ചയദാർഢ്യത്തോടെയാണ് മനുഷ്യർക്കൊപ്പം എന്നുള്ള ഈ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തിയായ ഉസ്താദ് ഈ കേരള പര്യടനം നടത്തുന്നത്. അതിനർത്ഥം കേരളം തീർത്തും സുരക്ഷിതമാണെന്നല്ല. വർഗീയതയുടെ വിഭജനത്തിന്റെ ഒരുപാട് പരുന്തുകൾ നമ്മുടെ അന്തരീക്ഷത്തിൽ റാഗിപ്പറക്കുന്നുണ്ട്. നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന സാഹോദര്യത്തിന്റെ, മതമൈത്രിയുടെ മൂല്യങ്ങളെ സംരക്ഷിക്കണമെങ്കിൽ ഉസ്താദിനെ പോലുള്ള ആൾക്കാർ മുമ്പോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങൾക്ക് പതാകയേന്താൻ ഇനിയും 10,000 ഈ സംസ്ഥാനത്ത് വേണമെന്നുള്ളത് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം
റായ്പൂരിൽ ഇത് ഒരുപക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തൊരു കാര്യമാണ്. ഇവിടെ മാധ്യമ പ്രവർത്തകർ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് അവരും കൂടെ കേൾക്കാൻ വേണ്ടി പറയുകയാണ്. ക്രിസ്മസ് ദിവസം ഛത്തീസ്ഗഡില് ക്രിസ്മസ് ദേവാലയങ്ങളും ക്രിസ്മസ് പാപ്പയും നക്ഷത്രങ്ങളും ഒക്കെ അടിച്ചു തകർക്കപ്പെട്ടു. ഏതാനും പേരെ പേരിന് റായ്പൂരിൽ ജയിലിലാക്കി. അവര് ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കഴിഞ്ഞ ദിവസം ജബൽപൂരില് സംഘ് പരിവാറിന്റെ നേതൃത്വത്തിൽ വലിയൊരു ഘോഷയാത്ര ക്രൈസ്തവരെ ആക്രമിച്ച സ്കൂളുകളും ദേവാലയങ്ങളും തല്ലി തകർത്തവരെ ആഘോഷമായി സ്വീകരിച്ച് റായ്പൂരിന്റെ തെരുവീതിയിലൂടെ പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ച് അവർ നീങ്ങുന്ന ഒരു ദൃശ്യം. അവർ വിളിച്ച ഒരു മുദ്രാവാക്യത്തോടൊപ്പം ഒരു കീർത്തനവും ഉണ്ടായിരുന്നു. മഹാത്മാഗാന്ധിക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു കീർത്തനമാണ് രഘുപതി രാഘവ രാജാറാം പതീത പാവന സീതാറാം. രാമനെ സ്തുതിക്കുന്ന ഒരു കീർത്തനമാണ്. പക്ഷേ ഈ കീർത്തനത്തിൽ ഒരു വരി കൂടി മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ പ്രക്ഷോഭകാലത്ത് എഴുതി ചേർത്തിരുന്നു. ഈശ്വർ അല്ലാ തേരാ നാം സബ്കോ സന്മതി ദോ ഭഗവാൻ. ഈശ്വരനും അള്ളയും ഒക്കെ ഒന്നാണ്, ഏവർക്കും സദ്ബുദ്ധി കൂടി നൽകണമെന്നുള്ള മഹാത്മാഗാന്ധിയുടെ ആ സാഹോദര്യത്തിന്റെ മതമൈത്രിയുടെ ആ ഗാനം പോലും കീർത്തനം പോലും ഇന്ന് വർഗീയവാദികൾ തങ്ങളുടെ വിഭജനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന തലത്തിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം മാറുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം. മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ദേശീയ തൊഴിൽദാന പദ്ധതി അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു. പാർലമെന്റ് സമ്മേളനത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം, ജി റാം ജി എന്ന പേരിൽ മഹാത്മാഗാന്ധിയെ രണ്ടാമത് വധിക്കുന്ന രംഗം. RSS വിഭാവനം ചെയ്ത മതരാഷ്ട്രത്തിന് വിരുദ്ധമായി ഒരു മതനിരപേക്ഷ ഭരണകൂടത്തിന് വേണ്ടി മഹാത്മാഗാന്ധി നിലകൊണ്ടു എന്ന ഒറ്റ പേരിലാണ് സംഘ് പരിവാർ അദ്ദേഹത്തെ വെറുക്കുന്നത്. അദ്ദേഹത്തെ വധിച്ചത് തന്നെ അതിന്റെ പേരിലാണ്. മഹാത്മാഗാന്ധിയുടെ പേരക്കിടാവായിട്ടുള്ള രാജ്മോഹൻ ഗാന്ധിയുടെ ഒരു പുസ്തകമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ജീവിച്ചിരുന്നപ്പോൾ മഹാത്മാഗാന്ധി നൽകിയ സന്ദേശത്തേക്കാൾ വലിയ സന്ദേശം തന്റെ മരണത്തിലൂടെ നൽകി എന്നുള്ളത്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന എന്റെ സഹോദരന്മാർക്ക് അറിയാത്തൊരു കാര്യം കൂടി പറയാം. താൻ വധിക്കപ്പെടുന്നതിന് 2-3 ദിവസം മുമ്പ് അദ്ദേഹം സന്ദർശിച്ചത് ഡൽഹിയുടെ പ്രാന്തപ്രദേശത്തുള്ള മെഹ്റോളിയിലെ മെഹ്റോളി ദർഗയിലായിരുന്നു. ഇന്ത്യ വിഭജനത്തെ തുടർന്ന് ആ ദർഗ ആക്രമിക്കപ്പെട്ടു. കുത്തബ്ദീൻ ബക്തിയാർ കാക്കി ദർഗ പുനർനിർമ്മിക്കാൻ വേണ്ടി 50,000 രൂപ നൽകണമെന്ന് മഹാത്മാഗാന്ധി ആ സന്ദർശനത്തിന് ശേഷം ജവഹർലാൽ നെഹ്റുവിനോട് അപേക്ഷിച്ചു. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടി ആഘോഷത്തിമിർപ്പിലായിരുന്ന ഘട്ടത്തിൽ നഗ്നപാതനായി കൽക്കത്തയുടെ തെരുവാറുകളിലൂടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് നിൽക്കണമെന്നുള്ള ആഹ്വാനം നടത്തിക്കൊണ്ട് അദ്ദേഹം അലഞ്ഞു തിരിയുകയായിരുന്നു. ഇന്ത്യയുടെ ദുരന്തത്തിന് വഴിവെച്ച ഒരുപാട് കലാപങ്ങൾ നേരിട്ട് കണ്ട ഒരു എളിയ മാധ്യമ പ്രവർത്തകനാണ്. ഇപ്പോഴും ഇന്ത്യയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് എന്റെ മനസ്സിലേക്ക് വരുന്നത് 992 ഡിസംബർ 6 500 വർഷക്കാലം ഇന്ത്യയുടെ മതനിരപേക്ഷതയുടെ പ്രതീകമായി തലയുയർത്തി നിന്ന ബാബറി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ ധൂളികളായി അന്തരീക്ഷത്തിൽ ലയിക്കുന്ന ഒരു രംഗമാണ്. അന്ന് ബഹുമാനരായ സായിമാരെ ഞാൻ എഴുതിയ ഒരു വരിയുണ്ട്. ഫൈസാബാദിൽ നിന്ന് അയോധ്യയിലേക്ക് പുലർച്ചെ ഞങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ യാത്ര ചെയ്തപ്പോൾ
അത് മതനിരപേക്ഷ ഭാരതത്തിന്റെ ചരമക്കുറിപ്പ് എഴുതാൻ വേണ്ടിയുള്ള ഒരു യാത്രയായിരിക്കുമെന്ന് ഞങ്ങളാരും നനച്ചിരുന്നില്ല എന്ന്. ഇന്ത്യ ഇരുണ്ട യുഗത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് ഞങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ എഴുതി. ഇന്ന് എവിടേക്കാണ് ഇന്ത്യ എത്തിയിരിക്കുന്നത്? മണിപ്പൂർ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രധാനമന്ത്രി അവിടേക്കൊന്നും പോയില്ല. ബാബറി മസ്ജിദ് തകർത്ത സ്ഥലം തകർത്തവർക്ക് തന്നെ നൽകിക്കൊണ്ടുള്ള ഒരു സുപ്രീം കോടതി വിധി വന്നു. ആ സുപ്രീം കോടതി വിധിയെ നമ്മളെല്ലാം മാനിക്കുന്നു, കോടതിയെ നമ്മളെല്ലാം ആദരിക്കുന്നു. എന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പോയപ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന് ഞാൻ പറഞ്ഞു, പ്രധാനമന്ത്രിയിൽ അർപ്പിതമായിരിക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പൗരന്മാർക്ക് പ്രാണൻ നിലനിർത്തുക എന്നുള്ളതാണ്. ദൈവങ്ങൾക്ക് പ്രാണൻ കൊടുക്കേണ്ട ഒരു ദൗത്യവും പ്രധാനമന്ത്രിയിൽ ഭരണഘടന അനുശാസിക്കുന്നില്ല. കാശ്മീരിലും മണിപ്പൂരിലും എന്തിനേറെ ഉത്തർപ്രദേശിലും ഉത്തരേന്ത്യയിലും ന്യൂനപക്ഷങ്ങളുടെ നെഞ്ചിലൂടെ ബുൾഡോസറുകൾ കടന്നു പോകുമ്പോൾ അതിനെതിരെ കമാതൊരു വാക്കുദ്ധരിക്കാതെ ദൈവങ്ങൾക്ക് പ്രാണൻ കൊടുക്കാൻ പോകുന്നത് പ്രധാനമന്ത്രിയിൽ അർപ്പിതമായിരിക്കുന്ന ദൗത്യമല്ല എന്നും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ വിളിക്കുന്ന രാമൻ എന്നത് യഥാർത്ഥത്തിൽ അവരുടെ രാമനല്ല എന്നും രാമൻ എന്ന് പറയുന്നത് സ്നേഹത്തിന്റെയും അനുതാപത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും മഹാത്മാഗാന്ധിയുടെ രാമനാണെന്നും ഞാൻ പാർലമെന്റിൽ എഴുന്നേറ്റ് പ്രസംഗിച്ചു. ഒരുപക്ഷെ ജോൺ ബ്രിട്ടാസ് എന്നുള്ള ഒരു സാധാരണക്കാരനായ ഒരു പൊതുപ്രവർത്തകര് അങ്ങനെ സംസാരിക്കാൻ വേണ്ടി ഒരു തന്റെ ഇടവും ആർജവും കിട്ടിയത് ഉസ്താദിനെ പോലുള്ള ആൾക്കാർ ഉഴുതു മറിച്ച മതനിരപേക്ഷതയുടെ ഈ കേരള ഭൂമിയാണെന്ന് എനിക്ക് തന്റെ ഇടത്തോടുകൂടി പറയാൻ പറ്റും. ഈ കേരളം എനിക്ക് നൽകിയിരിക്കുന്ന ദിശാബോധവും നിശ്ചയദാർഢ്യവുമാണ്. ഒരുപക്ഷെ പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന് പിന്നോക്കക്കാർക്കും ന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കും വേണ്ടി സംസാരിക്കാൻ എനിക്ക് കരുത്ത് പകരുന്നത്. ഈ ബുൾഡോസർ എന്ന് പറയുമ്പോൾ അതിപ്പോൾ ഉത്തരേന്ത്യയിൽ മാത്രമാണെന്ന് നിങ്ങൾ ധരിക്കണ്ട. റഹീം സാഹിബ്, നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള കർണാടകയിലേക്ക് എത്തിയിട്ടില്ലേ ബുൾഡോസർ? ഇല്ലേ? ബാംഗ്ലൂരില് ഡിസംബറിന്റെ ശൈത്യത്തിൽ പുലർവേളയിൽ ഒരു മുന്നറിയിപ്പും നൽകാതെ 200 ഭവനങ്ങളെ ഉഴുതുമറിച്ചുകൊണ്ട് ബുൾഡോസർ കടന്നുപോയി. ബുൾഡോസറിന് സെക്കുലർ ബുൾഡോസർ എന്നുള്ള പേരൊന്നുമില്ല. അങ്ങനെ ചില ആൾക്കാര്, അല്ലോട് റഹീം സാഹിബ്, അങ്ങനെ ആൾക്കാർ വിശേഷിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഒരു മുന്നറിയിപ്പാണ്. നമ്മുടെ അയൽ സംസ്ഥാനത്തേക്ക് പോലും ബുൾഡോസറുകൾ എത്തുന്നുണ്ട്. ഒരുപക്ഷെ ഇതൊക്കെ നമുക്ക് മുന്നറിയിപ്പുകൾ നൽകേണ്ടിയിരിക്കുന്നു. ഞാന് കഴിഞ്ഞ പ്രാവശ്യം ഉസ്താദിന്റെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് കാന്തപുരത്ത് ഇവിടെ എത്തിയിരുന്നു, മർക്കസിൽ. ആ പരിപാടി കഴിഞ്ഞ ശേഷം ഞാൻ മർക്കസിൽ പോയി വിദ്യാർത്ഥികളുമായിട്ട് സംവദിച്ചു ഒരു 2 മണിക്കൂർ. എനിക്ക് അത്ഭുതം തോന്നി. എന്താ കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ, അതിലൊരു 20-25ഓളം കാശ്മീരിൽ വന്ന കുട്ടികളുമായിട്ട് ഞാൻ സംവദിച്ചു. എനിക്കറിയാം ഉസ്താദിന്റെ കാശ്മീർ യാത്രയിൽ ഭീകരവാദത്തിൽ അനാഥമാക്കപ്പെട്ട എത്രയോ കുഞ്ഞുങ്ങളെ ഉസ്താദ് ചേർത്ത് നിർത്തി അവരെ വിദ്യാഭ്യാസത്തിന്റെ പടച്ചട്ടയണിയിച്ച് സമൂഹത്തിലെ പ്രോജ്വലരായിട്ടുള്ള അണികളായി വിളക്കി ചേർത്തിട്ടുണ്ട് എന്ന്. അതിൽ വസീം അക്രം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ മനസ്സലിയിക്കുന്ന ഒരു സാമൂഹ്യ മാധ്യമക്കുറിപ്പ് പോലും എനിക്ക് വായിക്കാൻ കഴിഞ്ഞു. തീവ്രവാദത്തിൽ നിന്നും, അരാജകത്തിൽ നിന്നും, ഭരണകൂട ഭീകരതയിൽ നിന്നും ഒരു യുവതലമുറയെ മോചിപ്പിക്കാൻ വേണ്ടി ഉസ്താദിനെ പോലുള്ള ആൾക്കാർ
പ്രദാനം ചെയ്യുന്ന ആത്മീയ വിദ്യാഭ്യാസത്തോടൊപ്പം ചേർത്ത് വെക്കുന്ന ഭൗതിക വിദ്യാഭ്യാസം ശ്രേഷ്ഠമാണെന്നും ഇത് മാതൃകയാണെന്നും ആ വസീം അക്രം എന്നുള്ള ആ ചെറുപ്പക്കാരൻ എഴുതി വെച്ചു. ഒരു പൊതുപ്രവർത്തന എന്ന നിലയിൽ ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഞാൻ പോകാറുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ ഗവൺമെന്റ് ആഗോള നയതന്ത്ര ദൗത്യത്തിന്റെ ഭാഗമായി കുറച്ച് എംപിമാരെ വിദേശത്തേക്ക് വിട്ടു. അന്ന് അതോടൊപ്പം ചേരാൻ വേണ്ടിയുള്ള ഒരു ഭാഗ്യം എനിക്കുമുണ്ടായി. ഞാൻ പോയത് ജപ്പാൻ, കൊറിയ, ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിലായി. അപ്പോൾ അവിടെയുള്ള വിവിധ വിഭാഗം ജനങ്ങളുമായിട്ട് സംവദിച്ചു. പാർലമെന്റേറിയന്മാർ, അതുപോലെ തന്നെ നാനാ തുറയിലുള്ള വ്യക്തികൾ, മന്ത്രിമാർ, സാധാരണക്കാർ, അങ്ങനെ പലരും. അവരെല്ലാം ചോദിച്ച ഒരു ചോദ്യമുണ്ട്. മതനിരപേക്ഷതയുടെ ഈറ്റില്ലമായിരുന്ന, ലോകത്ത് ജനാധിപത്യത്തിന്റെ പതാക ഏന്തിയ, ദീപം തെളിച്ച ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള ആൾക്കാരുടെ ഇന്ത്യ എന്നുള്ള കർമ്മഭൂമി, അവിടെ എന്തുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നത്? എന്തുകൊണ്ട് നിങ്ങൾക്ക് സാഹോദര്യത്തിന്റെ തലത്തിലേക്ക് മാറാൻ കഴിയുന്നില്ല? ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മതമൈത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാത്തമായ തലമാണ് എന്ന് അവരെല്ലാം പറഞ്ഞു. ഞങ്ങൾ തിരിച്ചു വന്ന് വിദേശകാര്യമന്ത്രിയെ കണ്ടു. വിദേശകാര്യമന്ത്രിയെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട മന്ത്രി, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അദ്ദേഹം പറഞ്ഞു, പറയൂ. ഞങ്ങൾ 6 പേര് 7 പേര് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇന്ത്യ എന്നുള്ള രാജ്യത്തിന്റെ കീർത്തി, സൽപ്പേര് ആഗോളതലത്തിൽ സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരായിരിക്കണം. ഇവിടെ ഒരു ബുൾഡോസർ ഒരു മുസ്ലിം സഹോദരന്റെ വീട്ടിൽ കയറിയിറങ്ങുമ്പോൾ അത് ഇന്ത്യ എന്നുള്ള രാജ്യത്തിന്റെ സൽപ്പേരിന് കളങ്കം ചാർത്തുന്നു എന്നുള്ള കാര്യം വിദേശകാര്യ മന്ത്രിയായ നിങ്ങൾ തിരിച്ചറിയണമെന്ന്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മലയാളികളായിട്ടുള്ള 2 കന്യാസ്ത്രീകളെ അകാരണമായി UAPA പോലുള്ള കിരാത വകുപ്പുകൾ, വ്യവസ്ഥകൾ ചുമത്തി ഛത്തീസ്ഗഡിലെ ദുർഗ് ജയിലിൽ അടച്ചപ്പോൾ ഞങ്ങൾ ഏതാനും എംപിമാരോടെ പോയി. അതിനുശേഷം തിരിച്ച് പാർലമെന്റ് വന്ന ശേഷം ഞാൻ BJP ബെഞ്ചുകളെ നോക്കി ചോദിച്ചൊരു കാര്യമുണ്ട്, മന്ത്രിമാരെ നോക്കി കാണിച്ചൊരു കാര്യമുണ്ട്. നിങ്ങളൊക്കെ പലരും പഠിച്ചത് ക്രൈസ്തവ സ്കൂളിലാണ്. JP നഡ്ഡ, ജയശങ്കർ, നിർമ്മല സീതാരാമൻ, പീയൂഷ് ഗോയൽ, ഭരണപക്ഷത്തിരിക്കുന്ന ഈ മന്ത്രിമാരിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരുടെയും കുഞ്ഞുങ്ങൾ, പേരക്കിടാങ്ങൾ പഠിച്ചത് ക്രൈസ്തവ സ്കൂളുകളിലോ ന്യൂനപക്ഷ സ്കൂളുകളിലോ ആണ്. അവരെ ആരെങ്കിലും മതപരിവർത്തനം നടത്തിയോ? ഇന്ത്യയിൽ 20 കോടിയോളം മുസ്ലിങ്ങളുണ്ട്. ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള ഒരു രാജ്യം ഇന്ത്യയാണ്. പക്ഷേ 20 കോടി വരുന്ന ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഇന്ത്യയുടെ അധികാര ശ്രേണിയിൽ എന്താണ് പ്രാതിനിധ്യം എന്നുള്ള കാര്യം നമ്മൾ ഇടയ്ക്ക് അവരെ ഓർമ്മപ്പെടുത്തണം. ഇന്ത്യൻ ക്യാബിനറ്റ്, മന്ത്രിസഭ പേരിനൊരു മുസ്ലിമിനെ പോലും ചേർക്കാൻ ഈ സർക്കാർ തയ്യാറായിട്ടുണ്ട്. ഇനി മറ്റു മേഖലകളൊക്കെ പരിശോധിക്കാം. ജുഡീഷ്യറി, ബ്യൂറോക്രസി, അങ്ങനെ ഇന്ത്യ എന്നുള്ള ഈ മഹാരാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന ഭരണയന്ത്രത്തിന്റെ വ്യത്യസ്ത തലങ്ങളും പ്രതലങ്ങളും പരിശോധിച്ചാൽ അവിടെയൊക്കെ പ്രാതിനിധ്യം എന്നുള്ളത് എന്താണ് എന്ന് പരിശോധിക്കേണ്ട ഒരു സമയമാണ്. ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്.
കേരളമെന്നുള്ള ഒരു കൊച്ചു സംസ്ഥാനമുണ്ട്. നിങ്ങൾ കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി കേരള സ്റ്റോറി പോലുള്ള സിനിമകളുമായിട്ട് സെപ്റ്റിക് ടാങ്കിലിടേണ്ട സിനിമയാണ്. സെപ്റ്റിക് ടാങ്കിൽ 33,000 പേരെ മതം മാറ്റി മുസ്ലിങ്ങളാക്കി സിറിയയിൽ അയക്കിച്ചു എന്ന് പറഞ്ഞ് ഒരു സിനിമയെടുത്തപ്പോൾ ആ സിനിമയുടെ ബ്രാൻഡ് അംബാസഡറായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവതരിച്ചു എന്നുള്ള കാര്യം കൂടി മറക്കരുത്. നിങ്ങൾ കേരളത്തെ അപമാനിക്കാൻ വേണ്ടി എത്ര കണ്ട് ശ്രമിച്ചാലും കേരളത്തിന്റെ സാഹോദര്യവും മതമൈത്രിയും ഞങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കും. നിങ്ങൾ കേരളത്തെ വിഭജിക്കാൻ വേണ്ടി കേക്കുമായി അരമനകൾ കയറിയിറങ്ങിയാലും ഞങ്ങൾ അതിൽ പതറില്ല എന്ന് പറയാനുള്ള എന്റെ മനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് മനുഷ്യർക്കൊപ്പം നടക്കുന്ന ഇതുപോലുള്ള ആത്മീയ വര്യന്മാരാണ്. ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകൾക്കതീതമായി സാഹോദര്യത്തിന്റെ മാനവികതയുടെ ഒരു പ്രതലം നെയ്തെടുക്കുന്ന കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള സാമൂഹ്യ ആത്മീയ നേതാക്കളുടെ സാന്നിധ്യം നമുക്ക് ചൈതന്യമേകുന്നുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. ഇവിടെ ഇനിയും ഒരുപാട് പേർ പ്രസംഗിക്കാറുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം പറയാം. എന്തായാലും എന്നെ ഇവിടെ വിളിച്ചപ്പോൾ ഞാനൊരു CPM-ന്റെ MP എന്നുള്ള ആ ഒരു ലേബലും കൂടി കണക്കിലെടുത്തായിരിക്കില്ലേ? അങ്ങനെ ആയിരിക്കില്ലേ? ആയിരിക്കും. ഒരു കാര്യം ഞാൻ പറയാം. ഞങ്ങൾ പാർലമെന്റില് ചെറിയൊരു ന്യൂനപക്ഷമായിരിക്കും. പക്ഷേ ന്യൂനപക്ഷങ്ങളുടെയും പിന്നോക്കക്കാരുടെയും ദളിതരുടെയും പീഡിപ്പിക്കപ്പെടുന്നവരുടെയും ഉറച്ച ശബ്ദമായി അവസാന ശ്വാസം വരെ ഞങ്ങളെ പോലുള്ളവർ അവിടെ ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ് ഈ മുതലക്കുളത്തെ ഈ ജനാവലിക്ക് ഞാൻ നൽകുകയാണ്. കേരളത്തിലെ സാഹോദര്യവും മതമൈത്രിയും സംരക്ഷിക്കാനുള്ള ഏറ്റവും കരുത്തുള്ള പടച്ചട്ടയായി ഇടതുപക്ഷം എന്നും നിലകൊണ്ടിട്ടുണ്ട്, ഇന്ന് നിലകൊള്ളുന്നു, നാളെയും ഞങ്ങൾ നിലകൊള്ളും എന്നുള്ള കാര്യം ഇവിടെ ഈ വേദിയിൽ വെച്ച് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്കൊരു സന്ദേഹമുണ്ടെങ്കിൽ ആ സന്ദേഹം മാറ്റിവെച്ചു. ഇതൊക്കെ നിങ്ങളുടെ വോട്ട് മേടിക്കാൻ വേണ്ടി ജോൺ ബ്രിട്ടാസ് പറയുന്നതാണെന്ന് ചിന്തിക്കേണ്ട. നിങ്ങൾ വോട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും നിങ്ങളോടൊപ്പം നിലയുറപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യങ്ങളിലൊന്നാണ്. സമർപ്പിതമായ ദൗത്യമാണ്. അതാരും ഞങ്ങളിൽ നിക്ഷേപിക്കുന്ന ഒരു ദൗത്യമല്ല. ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഇവിടെ നമ്മളെല്ലാം ഒന്നാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഈ ഒന്ന് എന്ന് പറയുന്നത് കേരളത്തിന്റെ നന്മയെ, കേരളം ആർജിച്ച മഹത്തരമായ ഈ പന്താവിനെ സംരക്ഷിക്കാനുള്ള ഒരു പടപ്പുറപ്പാടിലാണ് നമ്മളെല്ലാം. വിവേകാനന്ദ സ്വാമി കേരളം സന്ദർശിച്ചപ്പോൾ അദ്ദേഹം ഈ നാടിനെ വിശേഷിപ്പിച്ചത് ഭ്രാന്താലയമെന്നാണ്. ആ ഭ്രാന്താലയത്തിൽ നിന്ന് സാഹോദര്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിളക്കുമാടമായി കേരളം മാറിയിട്ടുണ്ടെങ്കിൽ ആ ദീപത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങളിലും എന്നിലും നിക്ഷിപ്തമായിരിക്കുന്നു എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഉസ്താദിന്റെ ഈ കേരള യാത്ര എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ മഹാറാലി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. ഉസ്താദിന്റെ ദീപ്തമായിട്ടുള്ള ഈ യാത്ര കേരള സമൂഹത്തെ സ്ഫുടം ചെയ്തെടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.